ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ചൈന, ബംഗ്ലാദേശ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ കൺസേൺ മെയിനായിട്ടും ടീസ്റ്റാർ റിവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുടെ അടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ കൺസേണെ വകവയ്ക്കാതെ ബംഗ്ലാദേശുമായിട്ട് ടീസ്റ്റാർ റിവർ പ്രോജക്റ്റിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ചൈന. ഇനിയിപ്പോൾ ഇന്ത്യക്ക് ഇതിനകത്ത് വേറൊരു മാർഗ്ഗമില്ല, തൊട്ട് മുകളിൽ ഒരു ഡാം പണിയുക, അതാണ് ഇന്ത്യ ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യ ഇതിനെ എങ്ങനെ തടയണമെന്നുള്ള രീതിയിൽ പണ്ടേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ടീസ്റ്റാർ റിവർ ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശിനുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഇടപെട്ടാൽ കാര്യങ്ങൾ ഒരു പരിധി വരെ തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയും. ഇന്ത്യ ആദ്യം ഇങ്ങനെ പറഞ്ഞു നോക്കും, അവർ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് നീങ്ങും. പക്ഷേ ഇന്ത്യയുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇന്ത്യ ഇന്നലെ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, സാറ്റലൈറ്റ് ബേസ്ഡ് എയർക്രാഫ്റ്റ് ലാൻഡിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഇൻഡിഗോയുടെ A320 എയർക്രാഫ്റ്റിനെ വെച്ചിട്ടാണ് ഈ പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ഗൈഡഡ് ജെറ്റ് ലാൻഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ലാൻഡിംഗ് ബൈ ഡീഫോൾട്ട് കൃത്യമായിട്ട് ഗൈഡ് ലൈൻ കൊടുക്കും സാറ്റലൈറ്റ്. പൈലറ്റിൻ്റെ ആ ഒരു ലാൻഡിംഗ് ഡിഫിക്കൽട്ടീസ് വളരെ ഈസിയാക്കി കൊടുക്കുന്ന രീതിയിൽ, അതായത് ലാൻഡിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാറ്റലൈറ്റ് തന്നെ ഗൈഡ് ചെയ്യും. ഇപ്പോൾ ടച്ച് പോയിൻ്റൊക്കെ കൃത്യമായിട്ട് ഉറപ്പിച്ചങ്ങ് തീരുമാനിക്കാം. ഈ പരീക്ഷണം ശരിക്കും ഉദയ്പൂർ എയർപോർട്ടിലാണ് നടത്തിയത്. നമ്മൾ GPS എയ്ഡഡ് ജിയോ അഗ്മെൻറ്റഡ് നേവിഗേഷൻ സിസ്റ്റം നോൺ എസ് ഗഗൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടി ജോയിൻ്റ് ആയിട്ടാണ് ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ജമ്മു ആൻഡ് കശ്മീരിൽ 1990 നടന്ന ഒരു അബ്ഡക്ഷൻ കേസ്, കശ്മീരി പണ്ഡിറ്റ് നഴ്സ് സരള ഭട്ടിനെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ കേസിൻ്റെ മാസ്റ്റർ മൈൻഡ് യാസിൻ മാലിക് ആണെന്നുള്ള 737 പേജ് വരുന്ന ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻസിഡൻറ്റ് നടന്ന് 36 വർഷത്തിന് ശേഷമാണ് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് യാസിൻ മാലിക്കാണ് ഈ വിഷയം ചെയ്തത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പോലീസ് പ്രാഥമികമായിട്ട് കേസെടുത്തത് കൊണ്ടാണല്ലോ ഇയാളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റിൽ കൃത്യമായിട്ടുള്ള മാസ്റ്റർ മൈൻഡ് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇത്രയും കാലം യാസിൻ മാലിക്കിന് വേണ്ടിയിട്ട് പണിയെടുത്ത ആൾക്കാർ ഇതിനെ പൂഴ്ത്തി വെച്ചിരുന്നോ എന്നുള്ള ചോദ്യം ഇവിടെ നമുക്ക് ഉയർത്താം. രണ്ടായാലും എന്തായാലും ഇപ്പം ഈ കൾപ്രിറ്റ് ഇവൻ്റെ വൃത്തികേടുകൾ പുറം ലോകം അറിയുന്ന രീതിയിൽ ചാർജ് ഷീറ്റായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. യാസിൻ മാലിക് ഇപ്പം പുറത്തില്ല, അവൻ ഓൾറെഡി ജയിലിലാണ്. പക്ഷെ എന്നാലും ഇവിടെ ഈ ബാധിക്കപ്പെട്ട ആ ലേഡിക്ക് നീതി കിട്ടണമല്ലോ, ആ നേഴ്സിന്. കുറച്ചുകൂടെ ഇന്ത്യയുടെ ജുഡീഷ്യറി ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെയല്ല, ഒരുപാട് ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് ബീഹാറിൽ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ വായിക്കാനിടയായി. ലേറ്റായിട്ടുള്ള ജഡ്ജ്മെൻറ്റൽ, അതും ആരോപണത്തിൻ്റെ പേരിൽ. കുറ്റം ആരോപിക്കപ്പെട്ട് ആ കേസ് കോടതിയിൽ പോയി, അക്യൂസ്ഡാണ്, അല്ലാതെ കൺവിക്റ്റഡ് അല്ല. ഈ അക്യൂസ്ഡിൽ 4 പേരായിരുന്നു അക്യൂസ്ഡ്. അതിൽ പരമാവധി ആളുകളൊക്കെ മരിച്ചു. കാരണം ഈ കേസ് ഏതാണ്ട് 40-45 വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇഴയാണ്. അവസാനം 30 വയസ്സിൽ ഫയൽ ചെയ്ത കേസ് ഏതാണ്ട് 84 വയസ്സിൽ അവസാനത്തെ ഒരു അക്യൂസ്ഡിനെ കോടതിയിൽ കൊണ്ടുപോകുന്ന രംഗം ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജുഡീഷ്യറി ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പോപ്പുലേഷൻ കൂടുതലാണ്, കേസുകളും കൂടുതലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇന്നൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് കാലഘട്ടങ്ങളല്ലേ, ചെറിയ ചെറിയ കേസുകളൊക്കെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കോടതികളിലേക്ക് മാറ്റി അതിനെയൊക്കെ തീർപ്പാക്കി വിടണമെന്നേ. ഇറാനിൽ നിന്നും മുജ്തബ ഖൊമനേയി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഒരു മെസ്സേജ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നുള്ള തരത്തിൽ പുതിയ ലീഡർഷിപ്പ് ട്രാൻസിഷന് ശേഷം ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് മുജ്തബ ഖൊമനേയി ഇന്ത്യയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ബീഹാർ ഗവർണർ മാർഗരീറ്റ ഇറാനിലെ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 5-ാം തീയതിയാണ് ഈ ഫ്യൂണറൽ സെറമണി ഫിക്സ് ചെയ്തിരിക്കുന്നത്. രാവിലെ തുടങ്ങുന്ന സെറമണി വൈകുന്നേരം 8 മണിയോടുകൂടി അവസാനിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺ മുൻനിർത്തി പല ലോക നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. കാരണം മൊസാദ് കാത്തിരിക്കുകയാണ്. അവർ കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ
ഒരെണ്ണം പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ജൂലൈ 5-ാം തീയതി ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണി ഇറാനിൽ നടക്കും. അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. പിന്നെ ഖത്തറിൽ വെച്ച് നടക്കുന്ന ചർച്ച പാളിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലരും ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ഇന്ത്യ എന്തോ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുകയാണെന്നുള്ള രീതിയിൽ. ഇന്ത്യ അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. ഇന്ത്യ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല. പ്രത്യേകിച്ച് ട്രാക്ക് 2 ഡയലോഗിന് ഇന്ത്യ തയ്യാറേ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നീ എയർ സ്പേസ് ഓപ്പൺ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യക്ക് നഷ്ടം വന്നാലും ഇന്ത്യ തീവ്രവാദത്തിനോട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ബാക്ക് ഡോർ ചർച്ചയോ ഫ്രണ്ട് ഡോർ ചർച്ചയോ ഒന്നും തന്നെ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ്ലി എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. നിന്റെ പാട് നോക്കിയിട്ട് പോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തെഹരിക്ക് താലിബാനികൾ കറാച്ചിയിൽ നടത്തിയ ബോംബ് ബ്ലാസ്റ്റിൽ, സൂസൈഡ് അറ്റാക്കിൽ 8 ആർമി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ ചീഫ് കമാൻഡറാണ്. ഈ ചീഫ് കമാൻഡറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് പാകിസ്ഥാന് വലിയ രീതിയിൽ ഒരു നാണക്കേടും, അതിലേറെ അവരുടെ ജനങ്ങളുടെ വിശ്വാസം, മിലിറ്ററിയോടുള്ള അവരുടെ ജനങ്ങളുടെ വിശ്വാസം അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് തുരുതര അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ അറ്റാക്ക് നടത്തിയത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ അറ്റാക്ക് നടത്തിയപ്പോൾ 4 കുട്ടികൾ, 7 സ്ത്രീകൾ ഉൾപ്പെടെ 36 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ 36 പേരും നിരപരാധികളാണ്, സിവിലിയൻസ് ആണ്. ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന മറുപടി. അഫ്ഗാനിസ്ഥാൻ അതിനെ തുടർന്ന് ഇനിയിപ്പം അടുത്ത ഘട്ട ആക്രമണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ അവിടെ സ്വയം പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദികളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. തീവ്രവാദത്തിനെതിരെ നിങ്ങളാണ് നടപടിയെടുക്കേണ്ടത്. അതിന് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വന്നിട്ടല്ല അറ്റാക്ക് നടത്തേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ രീതിയിൽ ഇതിനെതിരെ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ പക്കിറ്റ, ഖനൂർ എന്ന് പറഞ്ഞ ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടത്തിയത്. അൾജീരിയ ചൈനയിൽ നിന്നും J-10 സീരീസിൽ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കാനുള്ള ഡിസ്കഷൻ നടത്തുന്നുണ്ട്. റഷ്യയ്ക്കുള്ളിൽ കനത്ത ഓയിൽ പ്രതിസന്ധി, അതിനെ തുടർന്ന് റഷ്യ എക്സ്പോർട്ട് കട്ട് ചെയ്തേക്കാം. അതായത് ചൈനയ്ക്കും ഇന്ത്യക്കും നൽകുന്ന ഓയിൽ എക്സ്പോർട്ട് ഒരു പക്ഷേ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റഷ്യയുടെ സൈഡിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ. പുടിൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉക്രൈൻ്റെ ആക്രമണത്തിനെ തുടർന്ന് റഷ്യയ്ക്കുള്ളിൽ നിരവധി ഓയിൽ ശേഖരങ്ങൾ പ്രവർത്തനരഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ഷോർട്ടേജ് ഉണ്ട്. നിരവധി വാഹനങ്ങൾ മോസ്കോ ഉൾപ്പെടെ റഷ്യയുടെ പല നഗരങ്ങളിലും ക്യൂവിലാണ്. ക്യൂ മീൻസ് നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓയിൽ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ എക്സ്റ്റേണലായിട്ട് നടത്തുന്ന എക്സ്പോർട്ട് അത് കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതേസമയം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഇപ്പം നിലവിൽ സാധ്യതയില്ല. ഉക്രൈൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ റഷ്യ ശക്തമായ രീതിയിൽ വീണ്ടും തിരിച്ചടിക്കും. ഇറാൻ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ബിസിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും സാധ്യതയില്ല, പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ. ഈ വാർത്തയും റഷ്യയുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വാർണിംഗ് ബഹ്റൈനെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബഹ്റൈനെതിരെയുള്ള താക്കീതാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഖത്തറായി, ഒമാൻ്റെ സൈഡിലുള്ള ആക്രമണങ്ങളായി ഇപ്പോൾ വീണ്ടും ബഹ്റൈനിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ് ഇറാൻ. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭയങ്കര ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് പൊതുവേ അത്ര താപനിലയില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ആരും തന്നെ കൂളറും അതുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും കൂടുതൽ വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ചൂട് ഇളവിയത് കൊണ്ട് എല്ലാവരും കടകളിൽ തിക്കിത്തിരക്കി കൂളറിന് വേണ്ടിയിട്ടുള്ള അടി. അപ്പോൾ ശരിക്കും കൂളർ ഷോർട്ടേജാണ്. കാരണം ഈ കടകളിൽ ഇത്രമാത്രം കൂളറുകൾ വാങ്ങിച്ച് വെക്കാറില്ല. കാരണം അത് അവിടെ അത്ര ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റ് അല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. രാജ്യത്ത് ഇനഫ് കൂളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂളറിന് വേണ്ടിയിട്ട് ഉള്ള റിക്വസ്റ്റ് ഇപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ഫ്രാൻസിലേക്ക് പോയിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ ചൂടല്ല എന്നാണ് അവർ പറയുന്നത്. അത് പുറത്തുള്ള മറ്റുള്ള ഏഷ്യൻ സൈഡിൽ നിന്നൊക്കെ ഫ്രാൻസിലേക്കൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ പറയുന്ന, ഫ്രാൻസിൽ താമസിക്കുന്ന എക്സ്പാട്രിയേറ്റ്സ് അവർ പറയുന്ന റിപ്പോർട്ട് അത്ര വലിയ ചൂടൊന്നുമില്ല എന്നാണ്. പക്ഷേ ഫ്രാൻസിൻ്റെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ചൂട് തന്നെയാണ്. വയസ്സായ ആൾക്കാർ ഒരു 8-9 പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ ചൂടിൽ. അപ്പോൾ എന്തായാലും ഖത്തറും അമേരിക്കയും ദോഹയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ
അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.